കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ 3 വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമായിരിക്കും നവമിയുടെ തുടർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുക. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ മുടങ്ങിയ മറ്റ് ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. ഇന്ന് തലയോലപ്പറമ്പിലെ വീട്ടിൽ ബിന്ദുവിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നു. അമ്മയുടെ മരണവാർത്തയുടെ ഞെട്ടലിനൊപ്പം ഇറങ്ങിയ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നവമി വീണ്ടും എത്തി. നവമിയുടെ ന്യൂറോ സർജറിയുടെ ഭാഗമായി ഇന്ന് തന്നെ വിശദമായ പരിശോധനകൾ തുടങ്ങേണ്ടതിനാൽ ചടങ്ങുകളിൽ പങ്കെടുക്കാതെയാണ് നവമി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. രാവിലെ ബന്ധുക്കൾക്കൊപ്പം തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. പ്രാഥമിക പരിശോധനകൾക്കായി ആദ്യം അത്യാഹിത വിഭാഗത്തിലേക്ക്, പിന്നീട് മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പ്രത്യേക മുറിയിലേക്ക്. ന്യൂറോ വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് ഉചിതമായ ദിവസം ശസ്ത്രക്രിയ നടത്തുക. ഇതിനുവേണ്ടിയുള്ള 90% പരിശോധനകളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി. സർജറി നടത്താനുള്ള കാര്യങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 90% ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10% മാത്രമാണ് ചെയ്യാനുള്ളത്. ആദ്യം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റുകളിലൂടെ ചെയ്തതിന് ശേഷം ന്യൂറോ സർജറി വിഭാഗം HOD ഡോക്ടർ സതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് സർജറികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് നവമിയെ ശസ്ത്രക്രിയയ്ക്കായി ഒരുക്കേണ്ടതുണ്ട്. ഇതിനായി കൗൺസിലിംഗ് നൽകും. ന്യൂറോ സംബന്ധമായ അസുഖം ബാധിച്ച നവമി 2 ശസ്ത്രക്രിയകൾക്ക് വിധേയയാകണം. ആദ്യത്തേത് കഴുത്തിലും രണ്ടാമത്തേത് നട്ടെല്ലിലും. 3,40,000 രൂപ ചെലവ് പറഞ്ഞിരുന്ന ശസ്ത്രക്രിയ പൂർണ്ണമായും സർക്കാർ ചെലവിലാകും ഇനി നടക്കുക. അതേസമയം അപകടത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇന്ന് പുനരാരംഭിച്ചു. പുതിയ ബ്ലോക്കിൽ കൂടുതൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി ക്രമീകരിക്കും. ജനം, കോട്ടയം.